റഷ്യ യുക്രൈൻ യുദ്ധം ആധുനിക സൈനിക സാങ്കേതിക വിദ്യകളുടെയും ഡ്രോൺ യുദ്ധമുറകളുടെയും ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത ആയുധങ്ങൾക്ക് പുറമെ ഇരുപക്ഷവും അത്യാധുനിക ഡ്രോണുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് യുദ്ധക്കളത്തിൽ തങ്ങൾക്ക് കൂടുതൽ മേധാവിത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ തങ്ങളുടെ പുതിയ ആയുധമായ മോൾനിയ 13 എന്ന ഹെവി ക്ലാസ് യുദ്ധ ഡ്രോൺ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത്. യുക്രൈനിലെ പ്രതിരോധ നിരകളെ തകർക്കാനും കൂടുതൽ പ്രഹരശേഷിയോടെ ആക്രമണം നടത്താനും ഈ ഡ്രോണിന് സാധിക്കുമെന്നാണ് റഷ്യൻ സൈനിക വക്താക്കൾ അവകാശപ്പെടുന്നത്. റഷ്യൻ ആയുധ നിർമ്മാതാക്കൾ നേരത്തെ വികസിപ്പിച്ചെടുത്ത മോൾനിയ 2 എന്ന ഡ്രോൺ പ്ലാറ്റ്ഫോമിന്റെ പരിഷ്കരിച്ചതും കൂടുതൽ കരുത്തുറ്റതുമായ പതിപ്പാണ് ഈ പുതിയ മോൾനിയ 13. മുൻ തലമുറ ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഭാരമേറിയ ആയുധങ്ങൾ വഹിക്കാനും കഠിനമായ യുദ്ധ സാഹചര്യങ്ങളെ അതിജീവിക്കാനും തക്കവണ്ണമാണ് ഇതിന്റെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യുദ്ധരംഗത്തുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് തന്ത്രപരമായ വഴക്കം ഉറപ്പാക്കാൻ ഈ അത്യാധുനിക ഡ്രോണിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വലിയ ഫ്യൂസ്ലാഷും കൂടുതൽ കരുത്തുറ്റ നിർമ്മാണ രീതിയുമാണ് മോൾനിയ 13 ഡ്രോണിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. ഈ വലിയ ഘടന ഡ്രോണിന് കൂടുതൽ ഇന്ധനക്ഷമതയും വലിയ ആയുധശേഖരം വഹിക്കാനുള്ള ശേഷിയും നൽകുന്നു. മുൻപ് ഉപയോഗിച്ചിരുന്ന ചെറിയ ഡ്രോണുകൾക്ക് പരിമിതമായ പ്രഹരശേഷി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ മോൾനിയ 13 യുദ്ധക്കളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു ഹെവി ക്ലാസ് ആയുധമായാണ് കണക്കാക്കപ്പെടുന്നത്. 4 ശക്തമായ ഇലക്ട്രിക് മോട്ടോറുകളാണ് ഈ ഡ്രോണിന് കരുത്തു പകരുന്നത്. ഈ മോട്ടോറുകളുടെ സാന്നിധ്യം ഡ്രോണിന്റെ പറക്കൽ ശേഷിയും നിയന്ത്രണവും സുഗമമാക്കുന്നു. യുദ്ധമേഖലയിലെ കഠിനമായ പ്രതികൂല കാലാവസ്ഥകളിലും ശക്തമായ കാറ്റിലും പ്രതിരോധം കൂടാതെ കൃത്യതയോടെ പറക്കാൻ ഈ ഇലക്ട്രിക് മോട്ടോറുകൾ ഡ്രോണിനെ സഹായിക്കുമെന്നാണ് ഡെവലപ്പർമാർ അവകാശപ്പെടുന്നത്. കടുത്ത തണുപ്പും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്ന യുക്രൈൻ അതിർത്തികളിൽ ഇത് റഷ്യൻ സൈന്യത്തിന് വലിയൊരു അനുകൂല ഘടകമാണ്. ഈ 4 മോട്ടോർ സാങ്കേതിക വിദ്യ ഡ്രോണിന്റെ അതിജീവന ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിനിടയിൽ ശത്രുപക്ഷത്തിന്റെ ആക്രമണം മൂലമോ സാങ്കേതിക തകരാർ മൂലമോ ഏതെങ്കിലും ഒരു മോട്ടോറിന് കേടുപാടുകൾ സംഭവിച്ചാൽ പോലും ഡ്രോൺ തകർന്നു വീഴില്ല. ബാക്കിയുള്ള മോട്ടോറുകൾ ഉപയോഗിച്ച് ദൗത്യം പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനോ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ഈ ദൗത്യങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയും വളരെ കുറയ്ക്കുന്നു. ഏകദേശം 13 കിലോഗ്രാം വരെയുള്ള മാരക ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ വഹിക്കാൻ മോൾനിയ 13 ഡ്രോണിന് സാധിക്കും. ഈ വലിയ പേലോഡ് കപ്പാസിറ്റി ഡ്രോണിനെ ഒരു സാധാരണ നിരീക്ഷണ സംവിധാനത്തിൽ നിന്നും മാരകമായ ഒരു ആക്രമണ ആയുധമാക്കി മാറ്റുന്നു. കനത്ത സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ശത്രുവിന്റെ ഒളിച്ചിരിക്കുന്ന താവളങ്ങളിലേക്ക് നേരിട്ട് ഇടിച്ചു കയറി സ്ഫോടനം നടത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഏകദേശം 50 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ പോയി ആക്രമണം നടത്താൻ ഈ ഡ്രോണിന് സാധിക്കും. റഷ്യൻ അതിർത്തികളിൽ നിന്നോ അല്ലെങ്കിൽ സുരക്ഷിതമായ സൈനിക താവളങ്ങളിൽ നിന്നോ ഇരുന്ന് യുക്രൈന്റെ മുൻനിര പ്രതിരോധ കോട്ടകളെ ലക്ഷ്യമിടാൻ ഈ ദൂരപരിധി റഷ്യൻ സൈന്യത്തെ സഹായിക്കും. വിദൂര നിയന്ത്രണ സംവിധാനങ്ങളിലൂടെ വളരെ കൃത്യതയോടെയാണ് ഇതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് മോൾനിയ 13 സഞ്ചരിക്കുന്നത്. ഈ ഉയർന്ന വേഗത ലക്ഷ്യസ്ഥാനത്തിലേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആക്രമണം പൂർത്തിയാക്കാനും സഹായിക്കും. ആധുനിക യുദ്ധങ്ങളിൽ വേഗതയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ ഈ കില്ലർ ഡ്രോണിന്റെ വേഗത റഷ്യൻ വ്യോമാക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കും. വേഗതയോടൊപ്പം തന്നെ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള പ്രത്യേക രൂപകൽപ്പനയും ഇതിനുണ്ട്. വളരെ ചെറിയ റഡാർ സിഗ്നേച്ചർ മാത്രമാണ് ഈ ഡ്രോൺ പുറത്തുവിടുന്നത്. ഇതിന്റെ കാരണം യുക്രൈന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾക്കോ റഡാറുകൾക്കോ ഈ ഡ്രോണിന്റെ സാന്നിധ്യം മുൻകൂട്ടി കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ശത്രുവിന്റെ പ്രതിരോധം വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിയ ശേഷമായിരിക്കും പലപ്പോഴും ഇതിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുക. ഒന്നിലധികം യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് മോൾനിയ 13 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, യുദ്ധക്കളത്തിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. തത്സമയ ദൃശ്യങ്ങൾ നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് അയക്കാൻ ശേഷിയുള്ള അത്യാധുനിക ക്യാമറകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിന് പുറമെ യുദ്ധമേഖലകളിൽ അത്യാവശ്യ സാധനങ്ങളോ സൈനിക സാമഗ്രികളോ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ദൗത്യങ്ങൾക്കും ഈ ഡ്രോൺ ഉപയോഗിക്കാം. കഠിനമായ യുദ്ധമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സൈനികർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ ഇതിന്റെ 13 കിലോഗ്രാം പേലോഡ് ശേഷി സഹായിക്കും. എന്നാൽ ഇതിന്റെ പ്രാഥമിക ദൗത്യം ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുക എന്നത് തന്നെയാണ്. യുക്രൈൻ സൈന്യത്തിന്റെ സുരക്ഷിതമായ ബങ്കറുകൾ, ശക്തമായ പ്രതിരോധ കോട്ടകൾ എന്നിവ തകർക്കാൻ മോൾനിയ 13 ഡ്രോണിന് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. കോൺക്രീറ്റ് ഭിത്തികളെ പോലും തകർക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ വഹിച്ചാണ് ഇവ പറക്കുന്നത്.
കൂടാതെ യുദ്ധക്കളത്തിൽ നീങ്ങുന്ന ഭാരം കുറഞ്ഞ കവചിത വാഹനങ്ങളെയും ടാങ്കുകളെയും ലക്ഷ്യമിട്ട് തകർക്കാനും ഇതിന് സാധിക്കും. ഈ പുതിയ ഡ്രോണിന്റെ വരവ് റഷ്യ യുക്രൈൻ യുദ്ധരംഗത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. യുക്രൈൻ നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ റഡാറുകളിൽ പെടാത്തതും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതുമായ ഇത്തരം ഡ്രോണുകളുടെ കൂട്ടമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. മോൾനിയ 13 ഡ്രോണുകളുടെ വൻതോതിലുള്ള ഉൽപാദനം റഷ്യ ഇതിനകം തന്നെ ആരംഭിച്ചതായാണ് സൂചനകൾ. യുദ്ധരംഗത്ത് വലിയ വിമാനങ്ങൾക്കും മിസൈലുകൾക്കും പകരമായി കുറഞ്ഞ ചിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്തരം ആയുധങ്ങൾ റഷ്യയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും. കൂടുതൽ ഫയർ പവറും കൃത്യതയുമുള്ള ഈ ഡ്രോണുകൾ യുക്രൈന്റെ പല നഗരങ്ങൾക്കും ഇനി വലിയ ഭീഷണിയാകും. പ്രഹരശേഷിയും വേഗതയും ഒപ്പം അത്യാധുനിക അതിജീവന സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് റഷ്യ പുറത്തിറക്കിയ മോൾനിയ 13 ഡ്രോണുകൾ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോന്നവയാണ്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ നിരകളെ തകിടം മറിക്കാൻ പുടിന്റെ സൈന്യം ഈ ആയുധത്തെ എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ യുക്രൈൻ അതിർത്തികളിൽ ഈ കില്ലർ ഡ്രോണുകളുടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായേക്കാം.